ലൈവില് രണ്ട് ആന്റിമാരെ കൂടെ പിടിച്ചിരുത്തണം. ഒരു ആന്റി ഉണ്ട്. ആന്റിയെ മാർക്കറ്റിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ടാർഗറ്റോ ഓക്കെ, അതിപ്പോ അടി 5 നോക്കി കഴിഞ്ഞപ്പോഴൊക്കെ പറന്നു പോകുന്നതാണ്. തീരെ ഇത്ര നേരമോ ആരാട്ടുപാട്ട് പാടിയല്ലോ. അപ്പൊ മാർക്കറ്റ് ഉറങ്ങി പോയില്ലേ? എല്ലാരും എൻട്രി എടുത്തോ ഗൈസ്? പ്രോഫിറ്റ് എടുത്തോ? വോയിസ് ക്ലിയർ ആണോ? ഇന്ന് ഓർഡേഴ്സ് ഒന്നും ആയിട്ടില്ല കേട്ടോ. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിലൊന്നും എനിക്ക് ആയിട്ടില്ല. നിഫ്റ്റിയിൽ ഞാനൊരു ഏരിയ നോക്കുന്നുണ്ട്, ബട്ട് അത് അവിടെ പ്രോപ്പർ ആയിട്ടൊന്നും വന്നിട്ടില്ല ഇന്ന് ഓർഡേഴ്സ്. അവരുടെ ഒരു പുതിയ സ്ട്രക്ചേഴ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിൽക്കണം. എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ആദ്യം കിട്ടുമെന്ന് നോക്കാം, എന്നിട്ട് പ്ലാൻ ചെയ്യാം. ഈ ട്രേഡ് സെറ്റപ്സ് ഒന്നും ആയിട്ടില്ല കേട്ടോ, അതാ ഞാൻ പറയാൻ പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലാൻ ഉണ്ടെങ്കിൽ പറഞ്ഞോ. എനിക്കൊന്നും ആയിട്ടില്ല എന്റെ സെറ്റപ്പിന്. ബ്രോ കയറാൻ പറ്റിയോ? ഓക്കെ. എനിക്കൊന്ന് 2 അക്കൗണ്ട് ആയതുകൊണ്ടാണ് എന്തൊരു ഇഷ്യൂ വന്നത്. ഇന്ന് സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല ബ്രോ. ഇന്ന് ഇച്ചിരി സ്ലോ ആണ്. നമുക്ക് വേണ്ട പ്രോപ്പർ സ്ട്രക്ചറോ ഓർഡേഴ്സോ ഒന്നും ആയിട്ടില്ല. ജസ്റ്റ് നമ്മൾ സെറ്റപ്സ് എന്തെങ്കിലും വരുന്നത് വരെ വെയിറ്റിംഗ് ആണ്. ഒന്നും ഇല്ലെന്നു. ഹലോ ഹലോ, സെറ്റപ്സ് ഒന്നും ഇല്ലല്ലോ, ആയിട്ടില്ല. ഓർഡേഴ്സും ഇല്ല. ക്യാൻഡിലൊക്കെ എന്ത് വൃത്തിയുടെ ക്യാൻഡിലാ? ഓർഡേഴ്സ് ഒന്നും ഇല്ല. രാവിലെ വരേണ്ട മിനിമം ബേസിക് ഓർഡേഴ്സ് റേഞ്ച് ആണോ? പറഞ്ഞില്ലേ മാർക്കറ്റ് എനിക്ക് അത്ര അത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എന്തിനാ നേരത്തെ സത്യ കാര്യം നമ്മളവിടെ നെക്സ്റ്റ് അടിച്ച് പോയത് കാര്യം. ഒന്നാമത് ഇന്നലെ ആണെങ്കിൽ എനിക്ക് ഇവിടെ ഏഞ്ചൽ വണ്ണിലാണെങ്കിൽ എക്സല് വർക്ക് ചെയ്തില്ലേ? ഓർഡേഴ്സ് അന്ന് പറയണേ, അല്ലെങ്കിൽ വെറുതെ എൻട്രി എടുത്ത് ഓർഡേഴ്സ് ഇല്ലെങ്കിൽ എടുത്ത് എന്തിനാ ആവശ്യം. ഓർഡേഴ്സ് ഇല്ലെങ്കിൽ എന്തായാലും പ്രോപ്പർ ആയിട്ട് സ്ട്രക്ചർ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അല്ല, ഇതിനകത്ത് എൻട്രി എടുക്കാൻ നമ്മൾ DK അടിച്ചിട്ട് ചാന്താണ്. ഓർഡേഴ്സ് ഇല്ലെങ്കിൽ എടുക്കണ്ടോ? ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഓർഡേഴ്സ് ഇല്ലാത്ത ദിവസം റേഞ്ച് ആയി പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ RBIയുടെ എന്തോ മീറ്റിംഗ് നടക്കുന്നത്? അതുകൊണ്ടാണോ ഇങ്ങനെ മീറ്റിംഗ് ഉണ്ട്? അത് ഇന്നാണോ? പക്ഷെ അത് ഗുണകരമായിട്ട് ചെയ്യുന്നത്, അത് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. ഇപ്പൊ നമ്മുടെ ഫോറക്സിലൊക്കെ ഇവന്റ് നടക്കില്ലേ, അത് അതെ, റേറ്റ് കട്ട്സ്, ഇൻഫ്ലേഷൻ അതൊക്കെയാണ് വരുന്നത്. ഇന്നാണെന്ന് തോന്നുന്നു കേട്ടോ. അത് അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അന്നാണ് ഈ ഉടച്ചായിട്ട് കൂടേണ്ടതാണ്. ഗ്രീൻ ഷെയർ ചെയ്തിട്ടില്ല, മാർക്കപ്പ് ഒന്നും ഓർഡേഴ്സ് ഒക്കെ ഉള്ളൂ. ഒന്നുമില്ല ഇതിൽ. ഞാൻ എന്ത് ചെയ്യാൻ? എങ്ങോട്ടേലൊന്ന് ബോഡി ബ്രേക്ക് സ്ട്രക്ചർ മാറിയിരുന്നെങ്കിൽ ഇന്ന് പ്രൈസ് ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. വേറെ ഓർഡേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇത് നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ വരുമായിരിക്കും. നല്ലായിരുന്നെങ്കിൽ സെല്ലേഴ്സിനെ പക്ഷെ ട്രാപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അല്ല, എടുക്കാൻ പറ്റില്ല. വോൾപൂളിന്റെ സ്റ്റോക്കില് ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് വല്ലതും കിട്ടുവാണെങ്കിൽ എനിക്കിവിടെ കാണാം. അവിടെ വേൾപൂൾ അല്ലേ? വേണ്ട, അത് സ്ഥലത്തെത്തി ഒരു 10 പോയിന്റ് മാറിപ്പോയി ഇങ്ങോട്ട്. ഞാൻ ഈ 2 ഏരിയ നോക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒരു ബ്രേക്കോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരു റീടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ ഇന്ന് നോക്കാം എന്നുള്ളതാണ്. ഓരോ ടാബ് എടുക്കുമ്പോഴും അത് അടിക്കും. അനന്തം ബ്രോ എന്തെങ്കിലും പറയുന്നുണ്ടോ? അത് എനിക്ക് കേൾക്കാത്തയാണോ? ഇല്ല ബ്രോ, ഞാൻ ജസ്റ്റ് വാച്ച് എനിക്ക് ആകെ പ്രൈസ് വന്നാലോ വല്ല എന്തെങ്കിലും പ്ലാൻ ഉണ്ട്. ഓക്കെ. നിഫ്റ്റിയിൽ ഒരു OB ഉണ്ടായിരുന്നു, പക്ഷെ ജസ്റ്റ് മിസ്സായി. നിഫ്റ്റിയിൽ ആ സെല്ലുണ്ട്, പക്ഷെ ടാപ്പ് ചെയ്തില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 10 രൂപ എക്സലിൽ ഒരു 20 രൂപ ഇപ്പൊ മൂവ് ചെയ്തിട്ടുണ്ട്. സുഖമില്ലാത്തതുകൊണ്ട് ഞാനത് വലിയ ക്യാൻഡിലാണോ പോകുന്നില്ലേ? അതൊരു സുഖമില്ല. അതാ പറയാൻ, അല്ലെങ്കിൽ നമുക്ക് ആ എൻട്രി എടുക്കാൻ. ഇതിപ്പം രണ്ടും ഓപ്പോസിറ്റ് ആണല്ലോ പോകുന്നത്. നമുക്കൊരു എങ്ങോട്ടേലും ബ്രേക്ക് ചെയ്യട്ടെ. ബാങ്ക് നിഫ്റ്റി കുറച്ച് പോകും. എങ്ങോട്ടേലും ബോഡി ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഒരു എൻട്രി എടുക്കാം.
ഒന്നും ഇല്ല ഇന്ന് ഓർഡേഴ്സ്. ഇനി ഒരു എൻട്രി ബാങ്ക് നിഫ്റ്റി 1:3 ഓപ്ഷൻ ചാർട്ടിൽ മൂവ്മെന്റ് ഉണ്ടോ? ഓപ്ഷൻ ചാർട്ടില് 1:3 എന്നാണ് പറയുന്നത് വെച്ചാൽ പിന്നെ അവിടെ അത്രയും ആ മൂവ്മെന്റ് ഓപ്ഷൻ ചാർട്ട് 20 രൂപ 30 രൂപ ഇപ്പൊ 30 രൂപയായി. ബാങ്ക് നിഫ്റ്റി താഴോട്ട് വന്നോണ്ടിരിക്കണല്ലോ. അതെ അതല്ലേ സെല്ല് ഞാൻ പറഞ്ഞേ. ആരെങ്കിലും വൈന്ന് പറയും സെല്ലുള്ളപ്പോ. ഇഡലി ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ നോക്ക് സ്ക്രീനിലേക്ക് കൂടെ നോക്കൂ. വിശപ്പിന് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ ആക്ച്വലി മാവ് പുളിച്ചു വരുമോ? ഓവനകത്ത് വെച്ചാൽ മതി. ലൈറ്റ് ഓൺ ചെയ്ത് വെക്കല്ലേ. നിഫ്റ്റി കൊള്ളായിരുന്നല്ലേ. അത്ര സുഖമുള്ള എൻട്രി ആയിരുന്നു. സുഖം വേണ്ട 1:3 ആയില്ലേ. 30 രൂപ പോരെ പറയുമ്പോ അത്യാവശ്യം നല്ല രീതിയിൽ പോകും. അയ്യോ ഞാൻ എൻട്രി ഉറപ്പാ എനിക്ക് ഉറപ്പായിട്ട് എടുത്തിട്ടില്ല. എനിക്ക് എൻട്രി അത്ര ഇഷ്ടമായി. അനന്ത എന്നെ ഇതായിട്ട് ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ എൻട്രി എടുത്തില്ലെന്ന് പറയുമ്പോഴും എടുത്തില്ലല്ലോ അനന്തായാലോ. അയ്യോ അനന്ത പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഇനി ഒന്നും എടുത്തില്ലെന്ന പ്രതീക്ഷ. അനന്തൻ എന്തോ പറ്റി. അനന്തൻ 2 ദിവസമായിട്ട് ഭയങ്കര സൈലന്റ്. അവിടെ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. അത് എടുത്തിട്ടല്ലേ ഇപ്പൊ താഴോട്ട് പോകുന്നത് ബാങ്ക് നിഫ്റ്റി. നല്ല കൺഫർമേഷൻ ആയിരുന്നല്ലോ. ഓർഡേഴ്സ് ഒന്നും ഇല്ലെങ്കിലും പ്രീമിയം പറക്കുന്നുണ്ട്. പക്ഷെ പ്രീമിയം ആ ഒരു മൂവ്മെന്റ് കിട്ടുന്നുണ്ട്. എങ്ങോട്ടേലും ബ്രേക്ക് ചെയ്യാൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ സെറ്റപ്പ് സ്റ്റോക്സ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്സില് പമ്പ് വരുന്നുണ്ട്. ഞാൻ വേൾപൂൾ നോക്കുന്നുണ്ട്. നമുക്ക് ഓയിൽ എന്ന് പറയുന്ന സ്റ്റോക്ക് അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്തു. ഓയില് പിന്നെ ഫാർമയും വലിയ കുഴപ്പമില്ല. ലൂപ്പിന് ഈ ഓർഡേഴ്സിന്റെ ബേസിലാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റോക്സും എടുത്ത് നോക്കണ്ടേ? പിന്നെ വേൾപൂളിന്റെ റിസൾട്ട് ആണല്ലോ. അതില് അത്യാവശ്യം ഓർഡേഴ്സ് കേറുന്നുണ്ടായിരുന്നു ഒരു ടൈമില്. പിന്നെ ഇവന്റെ വലിയ അത്ര കാര്യമായിട്ട് ഞാൻ നോക്കാറില്ല. ഇവന്റെ ആണെങ്കിൽ ഇങ്ങനെ ഓർഡേഴ്സ് വരും, പക്ഷെ മൂവ്മെന്റ് ഓൾറെഡി മൂവ് ചെയ്ത് കാണും. ഓൾറെഡി റിസൾട്ട് അവർക്ക് ഇന്നലെ കിട്ടി കാണും. ഓൾറെഡി പരിപാടി. എന്റെ സൗണ്ട് കുറവാണോ? എല്ലാവർക്കും കുറവാണോ? എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ബാങ്ക് നിഫ്റ്റി 1:4 മൂവ് ചെയ്തെന്ന് തോന്നുന്നല്ലേ. നമ്മളെ ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ ഒരിക്കലും പോകത്തില്ല. ഓപ്ഷൻസിൽ മൂവ്മെന്റ് ഉണ്ടോ? പിന്നെ അത് ഉള്ളൂ. അപ്പൊ ഒരു 30-40 രൂപ പോയി. എനിക്കൊന്നും ഒന്നും ആയിട്ടില്ല എന്റെ രീതിക്ക് കേട്ടോ. ഇത് ശരിക്കും അവിടെ അത്ര സുഖം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതുമില്ല. ഒന്നും അതിനെ തിന്നാൻ കൊടുക്കില്ല. അത് നല്ല ഐഡിയ ആണല്ലോ. നിമ കഴിക്കുന്നത്. പിന്നെ എനിക്കൊന്നും വേണ്ട. ജനലൊക്കെ തുറന്നു വെച്ചു രാവിലെ അത് അപ്പൊ തന്നെ പിടിക്കും. അയ്യോ 1:5 പോയി. 6 ആയി. 1:6 ഒക്കെ പോയിട്ടോ എൻട്രി. എത്ര പോയിന്റ് പോകും? 54 പോയി. ഇവന്റ് ഉള്ളതുകൊണ്ടാണോ? നിഫ്റ്റിക്കും ആ ഒരു സെയിം ഇതുണ്ടായിരുന്നു, എൻട്രി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നല്ല മൂവ്മെന്റ് ഒന്നും തന്നു. നിഫ്റ്റിയിലൊന്നും സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കില്ലല്ലോ. പക്ഷെ വേറെ ഇതുണ്ട്. എന്താ നിഫ്റ്റിയില് നമുക്കവിടെ ഒരു ചെറിയ എൻട്രി ഉണ്ടായിരുന്നു. നിഫ്റ്റിയിലെ സെയിം എൻട്രി ആവുന്നേ. അപ്പൊ സുഖമില്ലാത്തതാണ് ഞാൻ എടുക്കണേ. അതിന് 2 രൂപ എസ്സിലുള്ളായിരുന്നു. അതാണ് നമുക്ക് താഴെ എന്തായാലും താഴെ വന്നാൽ നമുക്ക് അത് പ്ലാൻ ചെയ്യാം. സ്ട്രക്ചർ ബോഡി ബ്രേക്ക് ചെയ്തിരുന്ന എടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഇല്ലാത്തോണ്ടാണ് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചത്. പ്രോഫിറ്റിന്റെ പവറാണ് എന്റെ സൗണ്ട് എന്ന് കേട്ടോ. പ്രോഫിറ്റിന്റെ പവറാണ് എന്റെ സൗണ്ട് എന്ന് കുറച്ച് പ്രോഫിറ്റ് വരുന്നത്. ജെറിന് ഈ വീക്കും പിന്നെ നെക്സ്റ്റ് വീക്ക് കൂടെ എക്സ്റ്റൻഷൻ തരാവേ. താഴെ ടേബിൾ അത് വോളിയാണ് ടോട്ടൽ ഇതിൽ വന്നേക്കുന്ന ഓർഡേഴ്സിന്റെ വേൾപൂളിന്റെ ഇത് ക്യാൻസൽ ഏരിയയിലോട്ട് വന്നിട്ടില്ല. അതൊന്ന് ഇവന്റും കൂടെ ആണ്. നോക്കട്ടെ, അത് ക്യാൻസൽ സ്ക്രീൻ വരുന്നുണ്ട്. അപ്പൊ അത് കളഞ്ഞാലേ എനിക്ക് കട്ട് ചെയ്തോ. അത് അങ്ങനെയാണോ നേരത്തെ ചോദിച്ചത്? അത് ചെയ്തു. അതിനിപ്പോ എന്താ? ഞാൻ ചാർട്ട് എടുത്ത് കളയട്ടാന്ന് ചോദിക്കുന്നത്. ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കട്ട് ചെയ്തല്ലേ? കേട്ടില്ല. അനന്ത എന്തോ പറഞ്ഞു കൊടുത്തില്ലേ? ഈ ടേബിളിനെ പറ്റിയല്ലേ? അത് ജസ്റ്റ് ഇതിന്റെ ഓവറോൾ ഡേറ്റ് ആണെന്ന് കണ്ടു ഓരോ ക്യാൻഡിലിന്റെ. ഈ ഏരിയയിൽ
ചാൻസ് ഉണ്ടോ? ഈ ഒന്നും ആയിട്ടില്ല. ഇനി എന്തെങ്കിലും ഒരു ട്രെൻഡ് വന്നാലേ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. മേജർ ആയിട്ടുള്ള ഏരിയസിലും കീ ലെവൽസിലൊന്നും പ്രൈസ് വന്നിട്ടില്ല. പുതിയതായിട്ട് ഓർഡേഴ്സ് ഒന്നും ഇതാ കിട്ടിയിട്ടില്ല. കുറച്ചുകൂടെ കയറിയ അപ് ട്രെൻഡ് ആണ് നമുക്ക് പ്രഖ്യാപിക്കാം. എന്നിട്ട് ഒരു എക്സോഷൻ കിട്ടിയാൽ നമുക്ക് ഒരു ബൈ എടുക്കും. ഇത് ബ്രേക്ക് ആവണ്ടേ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ പാടായിരിക്കും. സംസാരിക്കുന്നോ? മിഷൻ മാനുവൽ പറയൂ. അനന്ത് പറഞ്ഞോ. അനന്ത് പോയി. അനന്ത് ഇപ്പൊ നിക്കുന്ന ഈ ലെവലുണ്ടല്ലോ, കയറി പോവാൻ ചാൻസ് ഉണ്ടാ? എന്റെ ഒരു ഇതിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ കയറി പോകും. ഞാൻ ഒന്നുകൂടെ ഓബിന്ന് റീ എൻട്രി എടുത്തിനു. സ്റ്റിൽ ഹോൾഡിങ് ബ്രേക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യും. ബാങ്ക് നിഫ്റ്റി കയറുന്നുണ്ട്. ഉണ്ടല്ലേ? കയറുന്നുണ്ട്. പ്രീമിയം ബസ് അങ്ങോട്ടെ. പ്രീമിയം നിഫ്റ്റിയിൽ ആ ഒരു മൂവ്മെന്റ് ഇല്ല. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ അല്ല, ഇതിപ്പോ ഏതിലാ എടുത്ത? നിഫ്റ്റിയിലാണോ അതോ ബാങ്ക് നിഫ്റ്റിയിലാണോ? നിഫ്റ്റി ഈ ഏരിയ ബ്രേക്ക് ആവാൻ ഇച്ചിരി പാടായിരുന്നു ആണല്ലേ? അല്ലെങ്കിൽ അത്ര ഓർഡേഴ്സ് ഇനി ഓർഡേഴ്സ് ഞാൻ 5 പോയിന്റ് SL വെക്കല്. അപ്പൊ അടിച്ചോ? പ്രോപ്പർ ഡയറക്ഷൻ എന്തെങ്കിലും വ്യൂ കിട്ടിയിട്ട് എടുത്താൽ മതി ബ്രോ, അല്ലെങ്കിൽ അന്ന് എടുക്കാൻ നിൽക്കരുത്. രാവിലെ തന്നെ അത്യാവശ്യം ഓർഡേഴ്സ് ഇല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്നൊരു ഐഡിയ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് സ്കാൽപ്പ് ചെയ്തൊക്കെ ഇറങ്ങി ചെയ്യാം. സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങി 10 പോയിന്റ്സ് കിട്ടി. അത് കഴിഞ്ഞത് കേറാൻ ചാൻസ് ഉണ്ട് പറഞ്ഞേ ഒന്നുകൂടെ ഒന്ന് പഞ്ച് ചെയ്ത് ഒന്നീ പ്രൈസ് എന്തെങ്കിലും ഒരു കീ ലെവലില് വരണം, അല്ലെ എന്തെങ്കിലും ഒരു ഡയറക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ കാണണം. ഇതൊക്കെ നമുക്ക് വേണം. ഈ 2 ലെവൽസ് അല്ലേ? ഈ 2 ലെവലിലും അത്ര ഇമ്പോർട്ടന്റ് ലെവൽസ് അല്ല, ഉള്ളതിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇവിടെ റിയാക്ഷൻ നോക്കി നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. അത്ര സംഭവിക്കണം. ബ്രോ ബാങ്ക് നിഫ്റ്റി ഇപ്പം ഒരു ഓബിന്നൊരു മൂവ്മെന്റ് തന്നില്ലായിരുന്നു, ഒരു സെൽ സൈഡ് താഴോട്ട്. ആ സെയിം സംഭവം തന്നെ നമുക്ക് ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വെച്ചിട്ടേ 1 മിനിറ്റ് ഓബിന്ന് നമുക്ക് പഞ്ച് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇവിടെ എൻട്രി ഇല്ല ബ്രോ. ഞാൻ കാർത്തികയാണ് അങ്ങനത്തെ എൻട്രീസ് പ്ലാൻ ചെയ്യുന്നത്. എന്താ അറിയോ, മാർക്കറ്റ് ആക്ച്വലി ബാങ്ക് നിഫ്റ്റിയിൽ ബുള്ളിഷ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഇതിവിടെ ഒരു ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അത് മാത്രല്ല, നമുക്ക് ലോവറിലോ ഉണ്ടാക്കിയ മാത്രമേ ഇനി അവിടെ നിന്നൊരു സെൽ സൈഡ് ഓപ്ഷൻ ഉള്ളൂ. അവിടെ കിട്ടി. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇനി ഒരു സെല്ലിനുള്ള പോസിബിലിറ്റി കുറവാണ്. ബ്രേക്ക് ചെയ്ത് നിൽക്കുക. അപ്പൊ ബുള്ളിഷ് ആവാനാ ചാൻസ് കൂടുതൽ. ഓർഡേഴ്സ് 1 മിനിറ്റിലെ അതോട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നൊരു ഹൈ ഇല്ലേ, അവിടെയാണല്ലോ മാർക്കറ്റ് ഇപ്പം നിക്കുന്നത്. ഞാൻ പക്ഷെ ഇതില്ല സ്പോട്ടിലാ പറഞ്ഞ കേട്ടോ, ഇതിലല്ല ഫ്യൂച്ചറിലല്ല. എവിടെയാണെങ്കിലും മേജർ സ്ട്രക്ചറുകളൊന്നും മാറ്റമില്ലാതെ നിൽക്കുകയാണ്. നമ്മളിപ്പോ എടുക്കുന്നത് സേഫ് അല്ല. വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതിന്റെ 1 മിനിറ്റിന്റെ രോഹിച്ച് കംഫർട്ടബിൾ ആണെങ്കിൽ എടുക്കാം. പക്ഷേ നമുക്കിവിടെ ഇതില്ല. ഞാൻ നോക്കി വലിയ സ്റ്റോപ്പ് ലോസ് ഇല്ലായിരുന്നു. 10 രൂപ 12 രൂപയൊക്കെ ഉള്ളായിരുന്നു. അതെ, അതെങ്കിൽ അത്യാവശ്യം പോയി. പക്ഷെ പ്രീമിയം വലിയ സുഖമില്ല. ഇവിടുന്ന് ട്രെൻഡ് ഷിഫ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി ഷിഫ്റ്റ് പോലെ തന്നെ നിൽക്കുകയാണല്ലോ. എന്താ നല്ല രീതിക്ക് അവിടെ വന്ന് കേറത്തിട്ട് ഇവിടുന്ന് നല്ലൊരു മൊമെന്റം ക്യാൻഡിലൊക്കെ ഇത് ക്ലോസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേൾഡ് പൂള് നോക്കാം കേട്ടോ. സമയമുണ്ട്. പ്രീമിയം നോക്കിയപ്പോഴും വലിയ സുഖമില്ല. ഒരു പ്രീമിയം ഭയങ്കര ഡീപ്പി ആയിരുന്നു. ഒരു പ്ലാൻ പറയാം. ഇത് കുറച്ചുകൂടി ഒരു മൂവ്മെന്റ് കിട്ടിയിട്ട് വന്നാൽ അത്രയും ബെറ്റർ. ഈ ഏരിയയിൽ എന്നിട്ട് ഒരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു CP കയറി ബൈ നോക്കാം. പക്ഷെ ഇത് കുറച്ചുകൂടി കയറി പോകണം. ഒരു പ്രോപ്പർ സ്ട്രക്ചർ 5 മിനിറ്റ്സ് കാർത്തിക സെറ്റപ്പ് തിരിച്ച് പ്രൈസ് പോയിന്റ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി എന്താ അവസ്ഥ? ഫ്യൂച്ചറിനകത്തല്ലേ എത്തിയടാ, പക്ഷെ ഇത് പോരാ. ഏകദേശം ഓർഡേഴ്സ് എൻട്രി എടുക്കാഞ്ഞിട്ട് നമ്മളോട് പറ്റുന്നില്ലല്ലേ? ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോ എന്തായാലും ചെയ്തേക്കാം. ഒച്ച വെച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ അറിയത്തില്ലായിരുന്നു. ഇത് പെട്ടെന്ന് ചെയ്യണം. അതുപോലെയാണ് നമ്മളിവിടെ ബൈ ഉണ്ട്. ബൈ ആണ് ഇവിടെ പ്രോപ്പർ എൻട്രി. ഈ ഏരിയ പ്രൈസിന്റെ താഴെ നിൽക്കുകയാണെങ്കിൽ അത് ക്യാൻസൽ ആവും.
വരവ് കണ്ട് പ്രീമിയത്തിന് വല്ല മൂവ്മെന്റും ഉണ്ടോ? പ്രീമിയം സെല്ല് ഭയങ്കര കഷ്ടത്തിലായിരുന്നു. മൂവ്മെന്റ് കിട്ടിയിട്ടില്ല. നിഫ്റ്റി നാളെ എക്സ്പയർ ആവുന്നതിന് ഇന്നേ ചത്ത 50 രൂപ മൂവ്മെന്റ് നടത്തി, 40 രൂപ മൂവ്മെന്റ് നടത്തി. ഓപ്ഷൻ ചാർട്ട് എല്ലാം തലതിരിഞ്ഞ കാണിക്കും. ചാർട്ട് ഇങ്ങനെ താഴെ വന്നിട്ടാ പോയത്. നമ്മൾ എൻട്രി എടുത്താലും നമ്മൾ ലോയിൽ വെക്കണ ഒരു 1:2 ഒക്കെ മാക്സിമം 2 കിട്ടിയിട്ടില്ല. അത്രേ ഉള്ളൂ. സ്പോട്ടിൽ എന്നാ പോക്കാ പോയല്ലേ. അടിപൊളി ക്യാൻഡിൽസ് സ്റ്റാർട്ടിൽ കിട്ടിയിട്ടില്ല. അത് നമ്മൾ തിരിച്ചു വന്ന് എൻട്രി തരാം. ഒരു മിനിറ്റ് ആണ്. ആണോ എടുത്തത്? ഞാൻ ട്രെയിൻ എടുത്തിട്ടില്ല. എന്താ ഇവിടുന്ന് ഒരു ബൈക്ക് എന്തെങ്കിലും സാധനമുണ്ടോ? എനിക്ക് ആ ലോ ഒന്ന് എടുത്താലേ പ്രോപ്പറായിട്ട് കിട്ടുവാണെങ്കിൽ അവിടെ എടുത്തോ. എനിക്ക് മിനിമം ഇതെങ്കിലും ഒന്ന് എടുക്കണമാണ്. അതാ വെയിറ്റ് ചെയ്യണം. ബൈ തന്നെയാണ്. അണ്ടിൽ ഇത് ബ്രേക്ക് ആവുന്നവരെ ബൈ തന്നെയാണ്. എനിക്ക് ഇതെങ്കിലും ഒന്ന് എടുത്താൽ ബെറ്റർ ആയിരുന്നു. വെയിറ്റ് ചെയ്യണം. ഉണ്ടോ? വേറെ എൻട്രി ഉണ്ടോ അതിനിടയ്ക്ക്? എനിക്ക് ബാങ്ക് നിഫ്റ്റി ആണ് എനിക്ക് കുറച്ചുകൂടെ ഇറങ്ങണം. നിഫ്റ്റി ആണ് ഇവിടെ ഓൾറെഡി. ഞാൻ നിഫ്റ്റി നോക്കുന്നില്ല കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിലെ കാര്യമാണ്. ബാങ്ക് നിഫ്റ്റിയാണ് എനിക്ക്. നിഫ്റ്റിയിലും ബൈ തന്നെയാണ്. നിഫ്റ്റിയിൽ എനിക്ക് അത്ര ഉറപ്പില്ല. അതൊരു നിഫ്റ്റിയിൽ പ്രീമിയം ചേഞ്ച് ഉണ്ടോ? അതെയോ? ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് ഭയങ്കര മോശം. ഞാൻ ചെറിയൊരു എൻട്രി നിഫ്റ്റിയിൽ എടുക്കുന്നുണ്ട്. എനിക്ക് അത്ര ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ബൈ ആണ്. രണ്ടിലും വ്യൂ ബൈ തന്നെയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ചേച്ചി അത് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. ഞാൻ എടുക്കുന്നില്ല കേട്ടോ. എന്നാ ശരി. ആ ഒരു കുറച്ചുകൂടെ ഇറങ്ങാനും ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടെ ഇറങ്ങിയിട്ട് ആ ഒരു ബൈ എടുക്കും. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുക കേട്ടോ. DK വരും. ഓർഡേഴ്സ് ഒന്നും ഇല്ലാത്തോണ്ട് എടുത്ത പണിയോ അതേ ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. നിഫ്റ്റി ഇറങ്ങി താഴെ. ബാങ്ക് നിഫ്റ്റി എനിക്ക് അത്ര OBH-ആണോ നോക്കിയേ? ഓയ ഡേറ്റ് നോർമൽ ഡേയ്സ് നോക്കാറില്ലോ. ബാങ്ക് നിഫ്റ്റി ചെറുതായിട്ട് ഓപ്ഷൻ ചാർട്ട് ഏത് പോരാ. ഇനി മൂവ് ചെയ്ത് എനിക്കറിയാം. ബട്ട് എന്റെ സെറ്റപ്പിന് ഇനി ആയിട്ടില്ല. ഒന്നുകൂടെ വരികയാണ് നമുക്ക് എടുക്കാട്ടോ. പ്രോത്സാഹിപ്പിക്കും. നമുക്ക് ബൈ എടുത്താലോ? നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ എടുക്കാൻ പിന്നെ ഈ 8 ഒരു കോള് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്ന ബൈ. 15, 15, 17. ഞാൻ ചെറിയൊരു എൻട്രി എടുത്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയില്. ഇപ്പം ഇങ്ങോട്ട് പോകുന്നില്ലല്ലോ. പഴയ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു, ഒരു ഹിന്ദിക്കാരന് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന. പുള്ളിയാണ് ഇങ്ങനെ കൈയൊക്കെ കൂട്ടി കയറ്റും. ഞങ്ങള് പക്ഷെ സ്ക്രീൻ തിരിച്ചു ഊടിക്കേറ്റ്. പിന്നെ ഞങ്ങളുടെ ഇമാനുവലിന്റെ ഒരു ടെക്നിക് ഉണ്ട്. ബൈ ആണ് പ്ലാൻ ചെയ്തെങ്കിൽ മുകളിൽ കൊണ്ടത് പേജ് വെക്കും. മാഗ്നറ്റ് ഇല്ലേ, പിക്ചർ, അങ്ങനെ പ്രോഫിറ്റിലാക്കാൻ നോക്കാറുണ്ട്. 97 ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും SL 50% ആക്കിയോ പാർഷ്യൽസ് ബുക്കോ ചെയ്തോട്ടോ. പാർഷ്യൽസ് ബുക്ക് ചെയ്യണമൊന്നും ഇല്ല. 50% അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ആക്കാറായില്ല. അയ്യോ, ബ്രേക്ക് ഞാൻ SL 50% ആക്കി വെച്ചിട്ടുണ്ട്. എന്റെ കേട്ടോ മിക്കാറോ ഞാൻ ബ്രേക്കിന്റെ തൊട്ട് താഴെ കണ്ടു. പക്ഷെ നല്ല രീതിയിൽ മൂവ് ചെയ്തായിരുന്നു. പറ്റിച്ചു. ചുമ്മാ അല്ല പെണ്ണുമ്പോൾ 800 രൂപ ഡെയിലി 1000 ഒക്കെ പ്രോഫിറ്റ്. അത് 9:15 പുള്ളിക്കാരിട്ട് ട്രേഡ് ചെയ്യുന്ന. അടുത്ത സ്വിങ് വരെ പോകും. ആ ഏരിയ ഒന്ന് ബ്രേക്കാരന്റെ കയറി പോയായിരുന്നു. എനിക്ക് അടുത്ത ഹൈ ഉണ്ടാക്കാനുള്ള ചാൻസ് കയ്യ. ഓക്കെ, SL ട്രയൽ ചെയ്യണം. ബ്രേക്ക് ആക്കി വെച്ചോ. നീ താഴെ വന്നിട്ട് കാര്യമില്ലല്ലോ. മുതലെടുക്കാണല്ലേ സജി. കാർത്തികമ്മ അനക്കൊന്നുമല്ലോ. എന്തായാലും മിണ്ടി പറഞ്ഞാൽ ഇവിടെ എന്റെ പട്ടിക്കുട്ടി വന്ന് ബ്രോക്കറേജ് കൊടുക്കാമെങ്കിലും കിട്ടിയ ലാസ്റ്റ് അല്ലേ. ഓർഡേഴ്സ് കുറവായോണ്ടാണ് ഇങ്ങനെ നിക്കുന്നത്. പിന്നെ ഒരു സാധനം കൂടെ കിട്ടണമായിരുന്നു. അത് കിട്ടാണ്ടാണ് ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ലേ. ബ്രേക്ക് ചെയ്യുന്ന കാര്യം ഇനി അത്ര വന്നു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. നല്ല അനുസരണം വരുന്നുണ്ട്. ദിഗംബരന്റെ ഡ്രസ് എടുത്തിട്ട് വന്നാ എനിക്ക് റീ എൻട്രി കൂടി ഉണ്ട്. വരെ വന്നട്ടെ. അയ്യോ, ആരെങ്കിലും ഒട്ടിച്ചില്ലേ?
പറ്റിച്ചോ താഴെ പോയി. നിഫ്റ്റി ഭയങ്കര അടിക്ക് പ്രാപ്തമാവൻ എത്ര കിട്ടിയേ എനിക്ക് 902. ബടി എനിക്ക് 20 രൂപ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. 920 വരെ പോയ 5-ലായിട്ടേ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴൊക്കെ പറന്നു പോന്നാണ് തീരെ ഇത്ര നേരമോ ആരാട്ടുപാട്ട് പാടിയല്ലോ അപ്പൊ മാർക്കറ്റ് ഉറങ്ങി പോയില്ലേ? ഉറങ്ങി കാണാൻ വയ്യ. ഞാനിവിടെ നിന്റെ മാഗ്നറ്റിൽ ഒരു പവർ ഇല്ലാത്തത് പോണ പോലും ഇല്ല. ഉണ്ടാക്കുകയാണ്. ഒരു വരവ് ബ്രേക്കിനൊക്കെ വെച്ചിട്ടില്ല എല്ലാരും. 1 രൂപ കിട്ടും എന്തായാലും. ബ്രേക്കിനും വെച്ചിട്ടുണ്ട്, 1 രൂപ കയറ്റിയും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഇത്രയും രൂപ പോയിട്ട് വന്ന് ബ്രേക്കിന് അടിക്കുന്ന സഹിക്കാൻ പറ്റില്ല. ബ്രേക്ക് ഈവൻ ആയിട്ട് ഒരു സാധനം എടുക്കിട്ട് നമുക്ക് ഒരു റീഎൻട്രി നോക്കാം അവിടെ. ലിസ്റ്റ് ഇറക്കിയ ബാങ്ക് നിഫ്റ്റി കയറിയ രണ്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൊമെന്റ് രണ്ടും ഒരേ ഡയറക്ഷൻ ആയിരിക്കും. അല്ല എനിക്കിത് ലൈവില് 2 ആന്റിമാരെയും കൂടെ പിടിച്ചിരുത്തണം. ഒരു ആന്റി ഉണ്ട്. വേണ്ട. ഇത് വൈകുന്നേരമായിട്ടോ എനിക്ക് ഇന്ത്യ മാർക്കറ്റിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്റ്റോപ്പ് ലിമിറ്റ് വെച്ചിട്ട് 20 points അടുപ്പിച്ച് ക്രോസ് ആയില്ല. ട്രയൽ ചെയ്താടാം. ട്രയൽ ചെയ്യാനുള്ളൊന്നും ഇല്ല ഇതില്. അല്ലെ വേണമെങ്കിൽ ചെയ്ത പോയിന്റ് 909 വല്ലതും വെക്കാം. പക്ഷെ അത് ഇച്ചിരി റിസ്കി ആണ്. ഇനി വേണം കൊണ്ട് അവിടെ വെച്ച് നോക്കും. 910 വല്ലതും കൊണ്ട് ട്രയൽ ചെയ്തോ പോയിന്റ് ടാർഗറ്റോ. ഓക്കെ അതിപ്പോ അടിക്കും. നീ 910 അടിക്കും, അല്ല 930 30 വരേണ്ടതാണ്. അത് എഴുതി വെച്ച ഒരു മെസ്സേജ് ഇട്ടാ പോലെ ഉറക്കെ ഇതൊക്കെ പറയാം. ഇപ്പൊ വെച്ചിട്ടുണ്ടെന്ന് 928-80 വരെ പോയി അല്ലേ? ഒരു 2 രൂപയുടെ വ്യത്യാസം. അടിപൊളി. 29 അടിച്ചോ? അപ്പൊ സ്പ്രെഡിൽ അടിച്ച കേട്ടോ. 29.70 വരെ പോയിട്ട് തിരിച്ചു വന്ന് എല്ലാരും എക്സിറ്റ് ആയിരുന്നു. അത് ഓൾമോസ്റ്റ് എപ്പോഴും അങ്ങനെ അടിക്കും കേട്ടോ. 30 to 40 40 പൈസ 1200 രൂപ കിട്ടി. ക്യാച്ച് ചെയ്തായിരുന്നു. അതെ കുറച്ച് 2-3 ലോട്ടം എടുത്തു. 2 ലോട്ടം എടുത്തുള്ളൂ. അതെ പച്ചത്തി അനന്തു അഖിൽ നിങ്ങളൊക്കെ എടുത്തില്ലേ? അനന്തൊക്കെ എടുക്കാന് എൻട്രി വന്നു. ചെറിയ ലോട്ട് എടുത്തോ എന്നല്ലേടോ പറഞ്ഞു. ഇതാണെങ്കിൽ റിസ്ക് കുറച്ചെടുക്കണം ബ്രോ. ലോട്ട് സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് റിസ്ക് ആണെന്ന് പറഞ്ഞത്. ചെറിയ റിസ്ക് ഇട്ടാ മതി. താഴെ ഇറങ്ങണം എന്റെ ആക്ച്വൽ സെറ്റപ്പിൽ വരണമെങ്കിൽ. പക്ഷെ അവിടെ അതിന് മുന്നേ അല്ല ശരിക്കും പറയാൻ ഇത്തിരിയോടെ ഇറങ്ങാനുണ്ടത്. പക്ഷെ ഞാൻ ഓപ്ഷൻസ് നോക്കിയപ്പോ നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയ എത്തി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആക്ച്വലി ഇവിടെ ഓപ്ഷൻസ് വരുമ്പോഴാണ് ഞാൻ എടുത്തത്. പക്ഷെ ഇന്ന് ചിലപ്പോ എനിക്കത് മിസ്സായാലോ. ഷമ്മാസ് എടുത്തില്ലേ? ഓക്കെ. പക്ഷെ 930 കഴിഞ്ഞിട്ട് അത് ഇറങ്ങി. നോക്കിയാലോ മിസ്റ്റർ പത്മനാഭൻ. ഞാൻ വീണ്ടും അതായത് മ്യൂട്ടിൽ ഇട്ടിട്ട് നിർത്താൻ കാർത്തിക. ഇന്നത്തെ പരിപാടിയൊക്കെ നിർത്താം അല്ലേ? ഞാൻ അത്ര എടുത്തില്ല ബ്രോ. എനിക്ക് ഇച്ചിരി കൂടി ഇറങ്ങണമായിരുന്നു. എനിക്ക് പ്രോപ്പർ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്ത. അതിലെ ഞാൻ പറഞ്ഞു ഇത് ബ്രേക്ക് ഇവനായ കൊള്ളാം. എനിക്ക് വലിയ സന്തോഷം ഇല്ലായിരുന്നു ഇത് കയറിയപ്പോ. നമുക്ക് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇത് ഇന്നത്തെ ഓവറോൾ നമുക്ക് രാവിലെ തൊട്ട് ഓർഡേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. സോ ഇനിഷ്യലി തൊട്ട് നമ്മള് ഇന്നൊരു സ്ലോ ഡേ ആയിരിക്കും നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പുതിയൊരു ഓർഡർ വരാതെ നമ്മൾ മെയിൻ ആയിട്ട് നിഫ്റ്റിയിൽ ഈ ഏരിയ ആണ് നോക്കിയത്. ഇവിടെയെങ്കിലും വന്നാൽ എന്തെങ്കിലും ഒരു പ്ലാൻ നോക്കാന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ ഈ ഏരിയയുടെ അറൗണ്ട് തന്നെയായിരുന്നു. ഇതിനകത്ത് പ്രോപ്പർ സ്ട്രക്ചറും ഓർഡേഴ്സും ഒന്നും വന്നിട്ടില്ല. സോ നിഫ്റ്റി നമ്മൾ നോക്കിയില്ല. ബാങ്ക് നിഫ്റ്റിയിൽ വന്നപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ട് പ്രോപ്പർ ഓർഡേഴ്സ് വന്നു തുടങ്ങി. വീണ്ടും പ്രൈസ് തിരിച്ച് ഏരിയ റീടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്തായി ബുള്ളിഷ് കൺഫേം ആക്കി. തിരിച്ച് പ്രൈസ് ഈ ലെവലിൽ വന്നു. ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ആക്ച്വലി കുറച്ചുകൂടി ഇറങ്ങണം. ബട്ട് അതിന് മുന്നേ ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയപ്പോൾ നമ്മൾ എടുത്തു. 30 points എക്സിറ്റ് ആയി. ഇതായിരുന്നു ഇന്ന് ഓവറോൾ എടുത്തത്. ഭയങ്കര വലിയ പോയിന്റ്സ് നമുക്ക് പിടിക്കാൻ പറ്റില്ല. ബട്ട് മാനേജ് ചെയ്തിട്ട് ഇന്ന് ലോസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ലോസ് ആർക്കും ട്രേഡ് മിസ്സായി കുഴപ്പമില്ല. കാര്യം ഇത് ഇച്ചിരി റിസ്കി എൻട്രി ആണ്. എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. വലിയ ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻ ഒന്നും അല്ലായിരുന്നു. ലോസ് വഴി കിട്ടിയില്ലെങ്കിൽ എടുക്കരുതേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് വേറെ ഒന്നുമില്ല, ഓർഡേഴ്സ് ഇതായിരുന്നു ഇന്നത്തെ സെറ്റപ്പ്. സോ ഇന്നത്തേക്ക് എൻ്റെ ചേട്ടാ, നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാൻ രാവിലെ. നാളെ എക്സ്പയറി ആണ്. ഓക്കെ ഓക്കെ ശരി. ഓക്കെ ബൈ. ഇവിടെ നിന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്ന ബൈയ്. 15, 15, 17. എടുത്തോ. ഗൈസ്, ഞാൻ ചെറിയൊരു എൻട്രി എടുത്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയില്. ഇപ്പം എന്റെ SL പോയി, ഇങ്ങോട്ട് പോകുന്നില്ലല്ലോ. പഴയ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു, ഒരു ഹിന്ദിക്കാരന് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന. പുള്ളിയാണ് ഇങ്ങനെ കൈയൊക്കെ കൂട്ടി കയറ്റും. ഞങ്ങള് പക്ഷെ സ്ക്രീൻ തിരിച്ചു പിടിച്ച് ഊതിക്കേറ്റു.